ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്പോയിലറാണേ. കാത്തിരുന്ന് നമ്മുടെ ഫാർലൈറ്റ് കുറേ അപ്ഡേറ്റ് ഇനി ഇറക്കി വിട്ട്. അത് ഏതൊക്കെയെന്ന് നമുക്കിന്ന് തന്നെ നോക്കാം. അതിനു മുമ്പ് ഫാർലൈറ്റ് ഇഷ്ടമുള്ളവർ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. വേറെ ഫാർലൈറ്റ് കളിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പറഞ്ഞ് നമുക്ക് കൂടുതൽ വലിച്ചഴയ്ക്കാനൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം. ഫസ്റ്റ് നമുക്ക് നോക്കാവുന്നത് ലോബിയിലെ ചേഞ്ചസ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് കാണിച്ചു തരാം. ഇപ്പം കാണുന്നതാണ് ഓൾഡ് സ്റ്റൈൽ. ഇനി അമ്മ അപ്ഡേറ്റിന് ശേഷം എങ്ങനെ കൊണ്ടുവരുമെന്ന് കാണാം. കണ്ട നല്ല കിട്ടുന്ന സാധനമായിട്ടാണ് അപ്ഡേറ്റിന് ശേഷം അമ്മ ആ ലോബി സ്റ്റൈൽ പണിഞ്ഞിറക്കിയേക്കണം. എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ 10 നിങ്ങൾ എത്ര കൊടുക്കും? താഴെ കമൻറ്റ് ചെയ്യും. അത് കണ്ടു കഴിഞ്ഞില്ലേ, അടുത്തത് ഇവന്മാരൊരു പുതിയ മാപ്പ് ഇറക്കി. അത് ഏതാണെന്ന് കാണാം. മാപ്പിൻ്റെ പേരാണ് നെക്സ്റ്ററ. ഈ ഒരു പേര് നിങ്ങൾ മുമ്പ് എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും. അതും ഇതുമായിട്ട് ഒരു സമയമില്ല, ഒരു ബന്ധമില്ല, ഒന്നും വിചാരിക്കണം. അതും ഇതുമായിട്ട് ഒരു ആന ഉറുമ്പിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നെക്സ്റ്റർ എന്ന മാപ്പാണ് ഇവന്മാർ പുതിയതായിട്ട് ഇറക്കി വിട്ട മാപ്പ്. അടുത്തതായിട്ട് ഇവന്മാർ എന്തിനാണ് പടച്ചു വിട്ടേക്കണതെന്ന് ഞാൻ കാണിച്ചു. അടുത്തതായിട്ട് ഇവന്മാർ ഇതിൽ തള്ളിക്കയറ്റി വെച്ചേക്കണത് ഒരു മെയിൽ ക്യാരക്ടറാണ്. ഇതിൻ്റെ പേര് നിങ്ങൾ തന്നെ വായിച്ചു നോക്ക്. എനിക്ക് വായിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ വായിച്ചത് അതാണ് പുതിയ ക്യാരക്ടർ. കണ്ടില്ലേ, ഇവനാണ് ആള്. ചെറുക്കനെ കാണാനൊക്കെ നൈസാണ്, പക്ഷേ ഇവൻ്റെ എബിലിറ്റി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ആകെ മനസ്സിലായത് ഇവനൊരു 4 കൈ വരും. ആ 4 കൈയും വെച്ച് നമുക്ക് ഫൈറ്റ് എടുക്കാം. എനിക്ക് തോന്നുന്നത് ഇത് ഇവൻ്റെ അൾട്ടിമേറ്റ് പവർ ആയിരിക്കും. അൾട്ടിമേറ്റ് പവർ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു 4 കൈ വന്ന് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പം ചെറുക്കനെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി പെണ്ണിനെ വിളിക്കാം. അപ്പോൾ ഇതാണ് ഫീമെയിൽ ക്യാരക്ടർ. പേര് സൈഫർ. കിടുക്കാച്ചി തന്നെ. മറ്റവനെ പോലെ തന്നെ കാണാൻ ലുക്കുണ്ട്. എബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ടെലിപ്പോർട്ടാണ്. ടെലിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കിട്ടില്ല എബിലിറ്റി, എനിക്കിഷ്ടപ്പെട്ടു. എബിലിറ്റി കുറച്ച് ഓവർ പവർ ആണെന്ന് കൂടി സംശയമുണ്ട്. എന്തായാലും പോട്ട്, വരുമ്പം പർച്ചേസ് ചെയ്തിട്ട് ഒന്ന് കളിച്ച് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇവർ പുതിയ 3 ബഡ്ഡീസിനെയും കൂടെ ഇറക്കുന്നുണ്ട്. ഒന്നാമത്തെ ബഡ്ഡിയാണ് തണ്ടർ റൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ആകാശത്ത് ഇങ്ങനെ ഒരു വട്ടം വരില്ലേ, അത് ചിലപ്പം അതുവഴി ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് രണ്ടാമത്തെ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ കുരിപ്പിൻ്റെ പേരാണ് കാലമർക്കി. നിങ്ങൾ വാലറന്റിലൊക്കെ കണ്ടിട്ടില്ലേ മറ്റേ കവർ എടുക്കാൻ പറ്റുന്ന രീതി? അത് തന്നെ സംഭവം തന്നെ, വേറെ ഒന്നുമില്ല. മൂന്നാമത്തവൻ്റെ പേരാണ് നിംബസ്. എനിമിയുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയ സാധനമാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവനെ പോലെ മേഘമായിട്ട് അവൻ്റെ മണ്ടയിൽ കയറി ഇരുന്നതിനെ നമുക്ക് എനിമിയുടെ കയ്യിൽ നിന്ന് നൈസിനെങ്കിൽ രക്ഷപ്പെടാം. അതിൻ്റെ കൂടെ പുതിയൊരു മോഡും കൂടെ ഇറക്കുന്നുണ്ട്, ജെറ്റ് പാക്ക് റോയൽ. വലിയ പ്രത്യേകതയൊന്നുമില്ല, പണ്ടുണ്ടായിരുന്ന ജെറ്റ് പാക്കറ്റൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പുതിയ മോഡ്. അടുത്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം വരെ ഇറക്കി തന്നത്. നന്ദിയുണ്ട് ഫാർലൈറ്റ്. ഇതിലെ ബാറ്റിൽ പാസ് എടുക്കാൻ എന്നെപ്പോലെ പൈസ ഇല്ലാതെ വലിഞ്ഞു കയറിയിരിക്കണവന്മാർക്ക് ഒരു സന്തോഷ വാർത്ത. അപ്ഡേറ്റിന് ശേഷം ബാറ്റിൽ പാസ് എല്ലാവർക്കും ഫ്രീ ആണ്. അയ്യോ, മറ്റവനെ പോലെ തൊട്ടാ കാശ് പോണ സാധനമൊന്നും ഇവിടെ ഇല്ലല്ലോ. സന്തോഷം. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവന്മാർ ഇതിൻ്റെ കൂടെ തന്നെ 2 ഗണ്ണ് ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ഒരു AR ഗണ്ണ്, രണ്ടാമത്തത് ഒരു ഷോർട്ട് റേഞ്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്ഡേറ്റിൽ അവന്മാർ ഇത്ര മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രധാന കാര്യം മറന്നുപോയി, FPP മോഡും വരുന്നുണ്ട്. അപ്പോൾ ഗെയിം അവന്മാർ മൊത്തത്തിലൊന്ന് പൊടിതട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കേരളത്തിൽ പിടിച്ചു നിൽക്കുകയോ ഇല്ലയെന്ന് ഇറങ്ങിയിട്ടറിയാം. അപ്പോൾ അപ്ഡേറ്റ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇനി എന്താണ് അപ്ഡേറ്റിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. കണ്ടവന്മാരെ കണക്ക് പറഞ്ഞു പറ്റിക്കണ പരിപാടിയന്മാർക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഓഗസ്റ്റ് 7 ഗ്ലോബൽ റീലോഞ്ച് ഉണ്ട്. പറഞ്ഞ വാക്ക് തെറ്റിക്കാതിരുന്നാൽ ഇവന്മാർക്ക് കൊള്ളാം. അപ്പം ശരി, ഞാൻ പോണം. ഇത്രയും നേരം ഞാൻ തൊണ്ട കീറി സംസാരിച്ച്. ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.